ഒന്ന്. ഇൻ ഫ്രോയിഡ്സ് സ്ട്രക്ചറൽ മോഡൽ, ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വമനുസരിച്ചാണ്? ശരിയായ ഉത്തരം എ. റിയാലിറ്റി പ്രിൻസിപ്പിൾ, യാഥാർത്ഥ്യ തത്വം. വിശദീകരണം: സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമനുസരിച്ച് വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട്. ഈഗോ, സൂപ്പർ ഈഗോ. ഇത് പ്രവർത്തിക്കുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ, ആനന്ദ തത്വം അനുസരിച്ചാണ്. ഈഗോ പ്രവർത്തിക്കുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ, യാഥാർത്ഥ്യ തത്വം അനുസരിച്ചാണ്. ഇത് ബാഹ്യലോകത്തെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ഐഡിയയുടെ ആവശ്യങ്ങളെ നിയന്ത്രിക്കുന്നു. സൂപ്പർ ഈഗോ മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലെ സൈക്കോ അനാലിസിസ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മനസ്സിന്റെ ഘടന. അദ്ദേഹം മനുഷ്യ മനസ്സിനെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നു. ഇതിൽ ഐഡി എന്ന് പറയുന്നത് ഇത് ആണ്. ഇതിന്റെ ഉദ്ദേശം ഇപ്പോൾ തന്നെ വേണം. തത്വം, സുഖാന്വേഷണ തത്വം, പ്ലഷർ പ്രിൻസിപ്പിൾ, സ്വഭാവം. ഇത് ജന്മനാ നമ്മളിലുള്ളതാണ്. യുക്തിയോ നീതിയോ ഇതിനില്ല. വിശപ്പും ദാഹവും ലൈംഗിക വാസനകളും ഇതിന്റെ ഭാഗമാണ്. ഒരു ചെറിയ കുട്ടിക്ക് വിശന്നാൽ അപ്പോൾ തന്നെ ഭക്ഷണം വേണം എന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് ഐഡി. ലക്ഷ്യം: വേദന ഒഴിവാക്കുക, പെട്ടെന്ന് സന്തോഷം കണ്ടെത്തുക. 2. ഈഗോ മൈനസ്, നമുക്ക് ആലോചിച്ച് ചെയ്യാം. തത്വം, യാഥാർത്ഥ്യ തത്വം, റിയാലിറ്റി പ്രിൻസിപ്പിൾ, സ്വഭാവം. ഇത് ഐഡിക്കും പുറം ലോകത്തിനുമിടയിലുള്ള ഒരു പാലമാണ്. ഐഡി പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാം എന്ന് ഈഗോ ആലോചിക്കുന്നു. ലക്ഷ്യം: ഐഡിയുടെ ആവശ്യങ്ങളെ സമൂഹത്തിന് സ്വീകാര്യമായ രീതിയിൽ നിയന്ത്രിക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുക. ഒരു കാര്യത്തിന്റെ ശരിയും തെറ്റും നോക്കുന്നതിനേക്കാൾ അതെങ്ങനെ സുരക്ഷിതമായി ചെയ്യാം എന്നാണ് ഈഗോ നോക്കുന്നത്. 3. സൂപ്പർ ഈഗോ. ഇത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. തത്വം, ധാർമ്മിക തത്വം, മോറൽ പ്രിൻസിപ്പിൾ, സ്വഭാവം. നമ്മുടെ മനസാക്ഷിയാണിത്. കോൺഷ്യൻസ്, മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന ശരിതെറ്റുകളും മൂല്യങ്ങളുമാണ് ഇതിനെ നയിക്കുന്നത്. ലക്ഷ്യം: പരിപൂർണത, പെർഫെക്ഷൻ. തെറ്റായ ചിന്തകളെ തടയുകയും നമ്മെ ഒരു നല്ല വ്യക്തിയായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം. നിങ്ങളൊരു കടയിലിരിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു വാച്ച് ഇരിക്കുന്നത് കാണുന്നു എന്നിരിക്കട്ടെ. ഐഡി പറയുന്നു, ആ വാച്ച് എനിക്ക് വേണം, അതിപ്പോൾ തന്നെ എടുത്തോളൂ. സൂപ്പർ ഈഗോ പറയുന്നു, മോഷണം തെറ്റാണ്, അത് പാപം ചെയ്യലാണ്, ഒരിക്കലും എടുക്കരുത്. ഈഗോ പറയുന്നു, ഇപ്പോൾ അതെടുത്താൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതിനാൽ ഇപ്പോൾ എടുക്കണ്ട, പണം സേവ് ചെയ്ത് പിന്നീട് നമുക്കത് വാങ്ങാം. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ടവ: 1. മഞ്ഞുമല ഉപമ, ഐസ്ബർഗ് അനാലജി. ഫ്രോയിഡ് മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചു. പുറമേ കാണുന്ന ഭാഗം ബോധമനസ്സും, കോൺഷ്യസ്. വെള്ളത്തിനടിയിലുള്ള വലിയ ഭാഗം അബോധ മനസ്സും, അൺകോൺഷ്യസ് ആണ്. 2. ഐഡി പൂർണ്ണമായും അബോധ മനസ്സിലാണ്. 3. ഈഗോ ആണ് ഐഡിക്കും സൂപ്പർ ഈഗോയ്ക്കും ഇടയിൽ ബാലൻസ് നിലനിർത്തുന്നത്. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് മാനസിക സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇത് വ്യക്തമായോ? അടുത്ത 2. സാമൂഹികമായി അംഗീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ സ്വീകാര്യമായ വഴികളിലൂടെ തിരിച്ചുവിടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ശരിയായ ഉത്തരം ബി. സബ്ലിമേഷൻ, ഉദാത്തീകരണം. വിശദീകരണം: ഇതൊരു പ്രതിരോധ തന്ത്രമാണ്, ഡിഫൻസ് മെക്കാനിസം. ഒരാൾക്ക് ഉള്ളിലെ ദേഷ്യമോ മറ്റു മോശമായ ആഗ്രഹങ്ങളോ കലയിലൂടെയോ കായിക വിനോദങ്ങളിലൂടെയോ, ഉദാഹരണത്തിന് ബോക്സിംഗ്, സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റിവിടുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് വിളിക്കുന്നത്. 3. ബുദ്ധിമാനം IQ കണ്ടുപിടിക്കാനുള്ള ശരിയായ സൂത്രവാക്യം ഏത്? ശരിയായ ഉത്തരം എ. IQ = MA × CA × 100. വിശദീകരണം: വില്യം സ്റ്റേൺ ആണ് ഈ സൂത്രവാക്യം മുന്നോട്ട് വെച്ചത്. MA മെന്റൽ ഏജ്, മാനസിക പ്രായം. CA ക്രോണോളജിക്കൽ ഏജ്, യഥാർത്ഥ പ്രായം. മാനസിക പ്രായത്തെ യഥാർത്ഥ പ്രായം കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാൽ IQ ലഭിക്കും. 4. തുടർച്ചയായ മൂല്യനിർണ്ണയത്തിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശരിയായ ഉത്തരം ബി. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ലേണിംഗ്, വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താൻ സഹായിക്കുക. വിശദീകരണം: തുടർച്ചയായ മൂല്യനിർണ്ണയത്തിന്റെ CCE പ്രധാന ലക്ഷ്യം കുട്ടികളെ റാങ്ക് ചെയ്യുകയോ പരീക്ഷിക്കുകയോ മാത്രമല്ല, മറിച്ച് പഠന പ്രക്രിയയിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുക എന്നതാണ്. 5. ഒരു കുട്ടി ഒരു ഫോൺ നമ്പർ പലതവണ ആവർത്തിച്ച് പറഞ്ഞ് ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഏതിന് ഉദാഹരണമാണ്? ശരിയായ ഉത്തരം സി. റിഹേഴ്സൽ. വിശദീകരണം:
ഒരു വിവരം മറന്നു പോകാതിരിക്കാൻ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പ്രക്രിയയാണിത്. ഇതിലൂടെ വിവരങ്ങൾ താൽക്കാലിക ഓർമ്മയിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ദീർഘകാല ഓർമ്മയിലേക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണവും നോക്കാം. 6. ഹോവാർഡ് ഗാർട്ട്നറുടെ സിദ്ധാന്തപ്രകാരം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബുദ്ധിശക്തി ഏതാണ്? ഉത്തരം എ. വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വിശദീകരണം: മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെടാനും അവരുടെ മനസ്സ്, വികാരങ്ങൾ, ഉദ്ദേശങ്ങൾ എന്നിവ തിരിച്ചറിയാനുമുള്ള കഴിവാണിത്. സാമൂഹികമായി ഇടപെടാൻ മിടുക്കുള്ളവർക്ക് ഈ ബുദ്ധി കൂടുതലായിരിക്കും. 7. CWSN ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് വിഭാഗത്തിൽ വൈകല്യമായി കണക്കാക്കാത്തത് ഏത്? ഉത്തരം ഡി. ഉയർന്ന അക്കാഡമിക് നേട്ടം, ഹൈ അക്കാഡമിക് അച്ചീവ്മെന്റ്. വിശദീകരണം: CWSN എന്നാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്നാണ്. കാഴ്ച പരിമിതി, കേൾവി പരിമിതി, മാനസിക പ്രയാസങ്ങൾ എന്നിവ വൈകല്യങ്ങളുടെ ഗണത്തിൽ വരുമ്പോൾ പഠനത്തിൽ മികവ് പുലർത്തുന്നത് ഹൈ അക്കാഡമിക് അച്ചീവ്മെന്റ് ഒരു വൈകല്യമല്ല, മറിച്ച് അതൊരു പോസിറ്റീവായ കാര്യമാണ്. 8. WAIS എന്നത് എന്തിനുള്ള ഉദാഹരണമാണ്? ഉത്തരം ബി. ബുദ്ധി പരീക്ഷ, ഇന്റലിജൻസ് ടെസ്റ്റ്. വിശദീകരണം: WAISന്റെ പൂർണ്ണരൂപം വെക്സ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നാണ്. മുതിർന്നവരുടെ ബുദ്ധിശക്തി അളക്കുന്നതിനായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റുകളിലൊന്നാണിത്. 9. കാഴ്ച പരിമിതിയുള്ള കുട്ടികളിൽ സർഗാത്മകത വളർത്താനുള്ള മാർഗം ഏത്? ഉത്തരം ഡി. കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കുക. യൂസ് ടാക്ടൈൽ ആർട്ട് മെറ്റീരിയൽസ് ലൈക്ക് ക്ലേ etc. വിശദീകരണം: കാഴ്ച പരിമിതിയുള്ളവർക്ക് തൊട്ടറിഞ്ഞും സ്പർശിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് എളുപ്പം. കളിമണ്ണ് ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ ഭാവനയെയും സർഗാത്മകതയെയും ഉണർത്താൻ സഹായിക്കും. 10. ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ ഏത് മനഃശാസ്ത്ര വിഭാഗത്തിന്റെ രീതിയാണ്? ഉത്തരം സി. ഘടനാ മനോവിജ്ഞാനം, സ്ട്രക്ചറലിസം. വിശദീകരണം: വില്യം വൂണ്ട്, വിൽഹെൽം വൂണ്ട് തുടങ്ങിയവർ വികസിപ്പിച്ചെടുത്ത രീതിയാണിത്. ഒരാൾ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് സ്വയം വിശകലനം ചെയ്യുന്ന രീതിയാണിത്. ഘടനാവാദികൾ, സ്ട്രക്ചറലിസ്റ്റ് മനസ്സിനെ പഠിക്കാൻ ഈ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്.